ഇന്നപ്പോൾ ഗോൾഡയുടെ ദിവസമാണ്. ഇന്ന് ഗോൾഡയ്ക്ക് എന്തോ പറയാണ്ട്. പിന്നെ ഗോൾഡനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഒരു രസമുള്ളതെന്നാണ് ഇപ്പോൾ എല്ലാവരുടെ അഭിപ്രായം. എന്നാൽ കുറച്ചു നേരം ഗോൾഡനെ ഇരുത്തിക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഗോൾഡെ ഒരു ഇൻട്രോ കൊടുത്തേ കാണട്ടെ. നീ പറ, തമാശ കളിക്കല്ലേ, വേഗം പറ. നീ ഇൻട്രോ പറ. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടില്ലേ, നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ. അപ്പം ഉമ്മ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നവർക്കെല്ലാവർക്കും സ്വാഗതം. അത്രേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയില് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറയാൻ വിട്ടുപോയി. ശരിക്കും പറഞ്ഞ കഴിഞ്ഞ വീഡിയോയുടെ ഏറ്റവും ഒരു 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 ഐക്കോണിക് പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ഗോൾഡനെ കണ്ട് നോക്കി നിറഞ്ഞിരുന്ന സമയത്ത് അവൾ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ തുരുതുരാന്ന് നടക്കുന്ന സമയത്ത് അല്ലേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റാണ്ടാകുമ്പോൾ ഭയങ്കര വിഷമാവില്ലേ. അന്ന് നമ്മുടെ ഈ നോക്കിയയുടെ ഒരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞേ, അതിന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞേ? ആ നോക്കിയയുടെ 6600. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ചിന്താമണി കൊലക്കേസിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ. ആ ക്യാമറ നമ്മുടെ ജൂനിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റിൻസിന്റെ കയ്യിൽ ഈ ഫോൺ സെറ്റപ്പ് ആക്കി കൊടുത്തു. അങ്ങനെ എത്തനിക് ഡേരെ അന്ന് ഗോൾഡ് സാരി എല്ലാം എടുത്ത്, ഒരു പിങ്ക് സാരി എല്ലാം എടുത്തുകൊണ്ട് പീച്ച് കളർ സാരി ഒക്കെ എടുത്ത സമയത്തുണ്ടല്ലോ, റിൻസ് കൊണ്ടുപോയിട്ട് 2 ഫോട്ടോ എടുത്തോളൂ. ഗോൾഡയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, സൗമ്യ കുര്യൻ. ഹലോ സൗമ്യ കുര്യൻ, നമ്മുടെ പ്രണയത്തിന്റെ ഇടയിൽ ചവിട്ടുകുത്തി നടത്തിയതാണ്. ഹലോ കുര്യൻ, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ. കുര്യൻ ഫ്രം കോട്ടയം. ഹലോ കോട്ടയം. എന്താ ഗോൾഡ് ഈ പറയുന്നേ? കോട്ടയം പറഞ്ഞേ, കോട്ടയം. ഓക്കെ, അപ്പൊ കുര്യനും ഗോൾഡും കൂടി ഇങ്ങനെ നിൽക്കാണ്. പിന്നെ വേറൊരു ഫോട്ടോ എടുക്കുക. അപ്പൊ ഗോൾഡൊക്കെ അറിയാലോ, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എന്താണെങ്കിലും അറിയാലോ. അപ്പൊ ഗോൾഡ ഫോട്ടോ എടുക്കണേട്ടോ റിൻസ് എന്ന് പറഞ്ഞൊരു സീൻ ഉണ്ട്. അതിൽ തന്നെ ഫോട്ടോ എടുത്തോന്നുള്ള രീതിയിലാട്ടാ ആ 2 ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചുതരാം. പുള്ളിക്കാർക്ക് ശരിക്കും ഫോട്ടോയുടെ ഫ്രണ്ടിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല വെച്ചെങ്കിൽ റിൻസിന്റെ ഒന്ന് മേടിച്ചിട്ട് ആ ഫോൺ നശിപ്പിച്ച് കളയാൻ പാടില്ല. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറയാം, ചെയ്തില്ല. അത്ര ദേഷ്യമില്ല നിനക്കിനോട്. ഓക്കെ, നിക്കല്ലേ ഗോൾഡ് പിറന്ന് നിൽക്കുമ്പോഴേക്കും ഭയങ്കര പോസാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല അല്ല ഗോൾഡ്. എല്ലാവർക്കും ഒരു ചെറിയൊരു സംശയമുണ്ട്, ചേച്ചി ഇടയിൽ വെച്ചിട്ട് എന്താ എന്നെ പ്രണയിച്ചെന്ന് അല്ലേ ഗോൾഡേ? പ്രണയം ഭയങ്കര രസമാണ്. ഇനിയും പ്രണയിക്കാം. ചേച്ചിക്ക് ഇനിയും പ്രണയിക്കണോ? കണ്ടില്ലേ, എനിക്കും പ്രണയിക്കണം. ഈ പ്രണയം എന്ന് പറയുന്നത് എന്താ പറയാ, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അല്ലാച്ചെങ്കിൽ ഇത് ഒരാളുടെ അടുത്ത് മാത്രമായിട്ട് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. എത്രയോ ആളുകൾ വീണ്ടും പ്രണയിച്ച് മുന്നോട്ട് പോകുന്നു, 2ാമത് പ്രണയിക്കുന്നു, 3ാമത് പ്രണയിക്കുന്നു. ഞാനും 5-6 പ്രണയിച്ചിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രണയിക്കാം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കേണ്ട കേസ് വരുമ്പോൾ എന്താണ്, നമുക്ക് കിഡ്സ് ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ കിഡ്സിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും ചില സാഹചര്യത്തിൽ അല്ലേ. അല്ലാത്ത പക്ഷം നമുക്ക് 2 പേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല വെച്ചെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം അല്ലേ ഗോൾഡേ? അങ്ങനെയായിരിക്കണം. നമുക്ക് 2 നാളേക്ക് ഇപ്പൊ ഇന്ന് വരെ നമ്മൾ അടിപൊളിയാണ്, നാളെ നമ്മൾ ഒരുമിച്ചുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇന്ന് വരെ അടിപൊളി. ഇപ്പൊ ചില ആൾക്കാർ പറയില്ലേ, ഇവര് ഭയങ്കര കമിതാക്കളായിരുന്നു, ഇപ്പൊ എന്ത് പറ്റി? അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട്. എൻ്റെ അമ്മയും അപ്പനൊക്കെ ഇടയ്ക്ക് തമാശയ്ക്ക് പറയും, ഇതേ തെറ്റിയമ്മണി, ഞങ്ങൾ ഒരുമിച്ചിട്ട് നോക്കാൻ പറഞ്ഞാൽ തെറ്റിയമ്മണി. തൃശ്ശൂർ തെറ്റിയമ്മണി എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അവർ പിന്നെ ഭയങ്കര പ്രണയമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഇവളും കൂടെ വീട്ടിലെന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ടിരിക്കുമ്പോൾ ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യുക അങ്ങനെ വല്ലതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പം വന്നിട്ട് പറയും, ദേ നിൽക്കണോ തെറ്റിയമ്മണി നിൽക്കണമെന്ന് പറയും. ഇല്ല അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നാളെ തെറ്റിയമ്മണി തെറ്റിപ്പിരിയാ, ഒരു ബുദ്ധിമുട്ടുമില്ല അതിനൊന്നും. അങ്ങനെയൊന്നുമില്ല. പ്രണയം എപ്പോഴാണ് സംഭവിക്കുക, നമ്മൾ ഒരാളുടെ മേലിൽ ലോക്ക് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളായിട്ട് നമുക്ക് സഫർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല വെച്ചെങ്കിൽ നാളെ വേറെ ആളെ നോക്കുക, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ അല്ലേ ഗോൾഡേ? അന്ത വയർ കിട്ടും. ഗോൾഡിക്ക് എന്താ പറയുക? അതാണ് ഗോൾഡിക്ക് എന്താ പറയാ. ഗോൾഡയുടെ ഒരു മൈഗ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡയുടെ ഫാമിലി അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്ത് കൊടുത്തിയെന്ന് പറഞ്ഞു ഗോൾഡേ. എന്റെ ഊള തമാശ കേൾക്കാൻ എല്ലാവരും അവിടെ ഇരിക്കുന്നത് നേരം കുറെ നേരം. നീ പറ. ആദ്യം തന്നെ ഞാനാണ് ഈ കഥ പറയണെങ്കിൽ ഒരു എപ്പിസോഡ് പോലും ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റിൽ ഞാൻ ഈ കഥയെല്ലാം തീർത്തന്നെ അല്ലേ മോനെ? നീ പറഞ്ഞോ. നിങ്ങൾ അല്ല മോനെ ചോദിക്കുമ്പോ 10-15 മിനിറ്റ് ആവും. അത് സാറില്ല.
അവന്റെ പേപ്പറൊക്കെ കുറച്ചുകൂടി ഉറക്കം പറയേ. എനിക്ക് ഭയങ്കര നാണോ. അവിടെ പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കട്ടാ കഥ കേട്ടിട്ട്. സൗണ്ട് ഉണ്ടാക്കാതെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വേണം ചിക്കൻ്റെ കാലൊക്കെ വിഴുങ്ങാൻ തോന്നുന്നുണ്ട്. എന്താ ചിരി പറ. ഇങ്ങടോ തറ ഇത് നോക്കടാ, ഇതൊക്കെ ഒന്ന് കാണ്. ഒരാൾക്ക് പറയാൻ പറ്റുന്നില്ലടാ ഒന്നും. എന്നോട് ചോദിക്കാനാ. ഓ എല്ലാരും എന്നെ കാണാനായിട്ട് എത്ര പേരാ വരുന്നത് നോക്ക്. ഇതിപ്പോ എന്നെ അടിച്ച് മറച്ചിരുവോ? നീ പറ. അപ്പൊ എന്താന്നാണ് പറയേണ്ടത്? എന്ത് നമ്മുടെ തുടക്കം? ഓക്കെ, അപ്പൊ കട്ട് ചെയ്യണം കേട്ടാ. നീ പറയണേ, എന്ത് കഷ്ടമാ നോക്കണേ. എന്നോട് ചോദിച്ചു. ഞാൻ നിന്നോട് എന്താ ചോദിക്കണേ? നീ അവരോടല്ലേ പറയണേ? ഞാൻ നോക്കിയതല്ല അങ്ങോട്ടേക്ക്. എനിക്ക് നോക്കാൻ പാടില്ല അങ്ങോട്ടേക്ക്. ഇവിടെ ലിസ്റ്റ് ഒക്കെ ഞാനല്ല ലിസ്റ്റ് എഴുതിയത്, മോൻ തന്നെ. ഞാൻ എഴുതി വെച്ച് കൊടുത്തതാ. എടി നീ ഇങ്ങനെ ആലോചിച്ചിട്ട് പറ, അവൾക്ക് മറന്നു എന്ന് പറഞ്ഞിട്ട്. നീ പറ. ഓക്കെ, അപ്പൊ എന്റെ അങ്ങനെയല്ല, സോറി എല്ലാം കൂടെ. എടി ഒന്ന് പറയാൻ. എന്തൊരു കഷ്ടമാണോ പോയത്. നിങ്ങളവിടെ ഇരിക്കണ കാരണം ഇവൾക്ക് ചമ്മലാവാന്ന്. എടി പറയാൻ. നിനക്കെന്ത് ചമ്മല്? ചിരിപ്പിക്കാന്ന് പോയിക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങളൊക്കെ കാണുന്നതിനെക്കാട്ടിലും കുറേ നാള് മുന്നേ എന്റെ സോറി മോൻ ഇങ്ങനെ ആക്കിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റാണോ പറഞ്ഞതെന്ന്. അവള് പറഞ്ഞ കാര്യം അവള് തെറ്റാണോ പറഞ്ഞത് എന്നോട് ചോദിക്കണ അവളുടെ ചെറുപ്പത്തിലെ കാര്യം. പറ. ഓക്കെ, നീ കുറച്ച് നീ റിലാക്സ്. അവിടെ നീ ക്യാമറ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നീ ഇതിനു മുന്നേ എത്രയോ തവണ ക്യാമറ വന്നിട്ടുണ്ട്. നീ പറ. എന്നാലും ഇത്രയും വലിയ കഥ പറയുന്ന നീ കുറച്ചാക്കി പറഞ്ഞു. നീ എങ്ങോട്ടേലും പൊക്കോ മോളെ. അമ്മ കഥ പറയുമ്പോഴേക്കും നാളെ രാവിലെ ആവും. ഗോൾഡ് ശരിക്ക് തറവാട്ടുപരമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാ? വയനാട് തന്നെയാണോ? വയനാട്ടിലല്ല, എന്റെ മമ്മിയുടെ വീടൊക്കെ പാല, ഗോപാലല്ല, പാല രാമപുരം. ഓക്കെ, ഞാനൊക്കെ ജനിക്കണേന് മുന്നേ തന്നെ ഇവര് വയനാട്ടിലേക്ക് വന്നതാണ്. എൻ്റെ മമ്മിയുടെ ചാച്ചൻ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട്. പിന്നെ അപ്പച്ചൻ കല്യാണം കഴിക്കാനായിട്ട് ഇവിടെ വന്ന് മമ്മീനെ കല്യാണം കഴിച്ചു. പിന്നെ അപ്പച്ചനും എൻ്റെ മമ്മിയും അവിടെ തന്നെ വയനാട്ടിൽ തന്നെ താമസിച്ച്. അപ്പച്ചൻ്റെ ചേട്ടന്മാർ രണ്ടുപേരുണ്ട്, അവർ രണ്ടുപേരും കോട്ടയത്ത്. എന്താണ് നീ എന്തിനാ എന്നെ നോക്കണം? നീ അങ്ങോട്ട് നോക്കി പറഞ്ഞോ. നീ പറ. നീ കണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കണം. നീ എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും നോക്കണ്ട. നീ പറഞ്ഞോ. എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരല്ലേ ഞാൻ നീ പറ. ബാക്കി പറ. ഓക്കെ, ഞാനൊന്ന് പിടിച്ചിരിക്കട്ടെ. ഇതിന് പേടിയുണ്ട്. എനിക്ക് പേടിയല്ല. ഓക്കെ, അപ്പൊ അവര് ഇവിടേക്ക് വന്നു, വയനാട്ടിലേക്ക് വന്നു. എന്നിട്ട് അവിടെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ബേസിക്കലി കൃഷിയും പരിപാടികളും പണിക്കാർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ സ്ഥലത്ത്, അതായത് പുൽപ്പള്ളിയിൽ ആ സമയത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നുമില്ല. അപ്പം അങ്ങനെ എന്നെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർത്തു, LKG. അതായത് ഗോൾഡ് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഗോൾഡയുടെ അവിടുത്തെ സ്കൂളുകളിൽ എന്താ പറയാ, ഗോൾഡയുടെ മമ്മി നേഴ്സായിരുന്നു അല്ലേ? ഐ മീൻ മിഡ്വൈഫറി നേഴ്സ്. ഓക്കെ, അപ്പൻ കൃഷിക്കാരനാണ്. അപ്പോൾ അവരുടെ ഒരു ധാരണയില്ല, അവരുടെ ധാരണയുടെ തെറ്റാന്നല്ല കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുക, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ഈ എല്ലാ ഫാമിലികൾക്കുള്ള വലിയൊരു ആഗ്രഹമാണ്. അതിൻ്റെ മാക്സിമത്തിൽ അവരുടെ ചെറിയ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഗോൾഡനെ ഭംഗിയായിട്ട് പഠിപ്പിക്കാനായിട്ട് കോൺവെൻറ്റിൽ കൊണ്ട് ചേർത്ത കഥയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺവെൻറ്റിൽ എന്താ ഉണ്ടായി കുട്ടിക്ക്? ചിരിക്കുകയായിരുന്നാ കോൺവെൻറ്റിൽ ഇരുന്നിട്ട്? എന്റെ കീര, നീ നിന്റെ കോൺവെന്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
എടാ നീ പാത്രം വന്ന് കഴിക്കണം തിന്നോയെ. That's it. It's gonna be അല്ല അത് അതെ പേടിച്ചിട്ടല്ല, പക്ഷെ ഭയം കാരണേ ചുമന്നിട്ട് ഇരിക്കണ. ഓക്കെ. അപ്പൊ ഞാന് ചെറുപ്പത്തിൽ തൊട്ട് ഹോസ്റ്റലിലായിരുന്നു. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാല് LKG തൊട്ടിട്ട് ഹോസ്റ്റലിൽ പോയി. എൻ്റെ 8ാം ക്ലാസ് വരെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. എന്നിട്ട് എല്ലാ വീക്കെൻഡിലും വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുപോകും. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവിടും. അപ്പോൾ ഈ 1 മണിക്കൂർ ദൂരമുണ്ട് ബത്തേരിന്ന് പുൽപ്പള്ളി ആ സമയത്തൊക്കെ കേട്ടോ. ഇപ്പൊ ദൂരമൊക്കെ കുറഞ്ഞു. പണ്ട് നല്ല ദൂരം അന്നാണ്. പണ്ട് വേറെ റോഡൊക്കെ അങ്ങനെയൊന്നും അല്ല. പണ്ട് ഭയങ്കര ദൂരാണ് റക്കീര. ബത്തേരി ടു പുൽപ്പള്ളി പണ്ട് 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ ദൂരം കുറഞ്ഞ് 10 ആക്കി. പണ്ടൊക്കെ പോകുമ്പോ എന്നെ സ്കൂളിൽ കൊണ്ട് വിടാൻ പോകുമ്പോ 1 മണിക്കൂർ. വീക്കെൻഡില് വെള്ളിയാഴ്ച നമ്മള് വീട്ടിലേക്ക് വരും. എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഒന്നും എനിക്ക് ഓർമ്മയില്ല. മമ്മിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വീട്ടിലേക്ക് വന്നാലും എൻ്റെ മനസ്സിൽ നമ്മൾ ആ ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോണതും ആ പോണ യാത്രയും തിങ്കളാഴ്ച രാവിലെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോരുന്ന ആ യാത്ര മാത്രമേ ഓർമ്മയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ട് എന്താണ് സംഭവിക്കണതെന്ന് അങ്ങനത്തെ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്താന്നറിയില്ല, വേദന. അപ്പൊ എനിക്കൊരു അനിയത്തി ഉണ്ട്, ഡോണ. ഹായ് ഡോണ. അപ്പം ഞാനും ഡോണയും കൂടെ തമ്മില് ചെറുപ്പത്തില്, അതായത് ഈ LKG തൊട്ടിട്ട് ഞാൻ 8ാം ക്ലാസ് വരെയുള്ള പഠിക്കുമ്പോഴത്തെ സമയത്തില് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ശരിക്കും അങ്ങനെ ഒരു മെമ്മറീസ്. ഞാൻ ആകെ 2 ദിവസത്തിനല്ലേ വീട്ടിൽ പോകുന്നത്. 2 ദിവസം എന്ന് പറയാൻ പറ്റില്ല. വെള്ളിയാഴ്ച. അതായത് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരുടെ വീട്ടിലുള്ള പുള്ളിക്കാരുടെ ഓർമ്മകൾ അതായത് എന്താ പറയാ, കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന നല്ല ഓർമ്മകൾ പുള്ളിക്കാരിക്ക് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതിനെക്കാട്ടിലും കൂടുതൽ ഹോസ്റ്റലിലെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ രാവിലെ 5:30 എണീക്കണം, പള്ളിയിൽ പോകണം, ഇന്ന സമയത്ത് സ്റ്റഡി ഹാളിൽ ചെല്ലണം, അങ്ങനെ. പിന്നെ അവിടുത്തെ എല്ലാ റൂട്ടീനും ഓർമ്മയുണ്ട്. പക്ഷെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആ സമയത്തുള്ള ഇതൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഹോസ്റ്റലിൽ നിർത്തിയിട്ട് വീട്ടിലേക്ക് താമസം മാറുന്നത്. എന്നിട്ട് അപ്പോഴേക്കും സ്കൂൾ വാനൊക്കെ വന്നു. അപ്പോൾ സ്കൂൾ വാനിന് എല്ലാ ദിവസവും പോയി വരും. പിന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവരുമായിട്ട് ഇച്ചിരി കൂടെ കമ്മ്യൂണിക്കേഷനും ആ ഒരു ബോണ്ടിങ്ങും ഒക്കെ വരുന്നത്. എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കാരണം വീട്ടിൽ വരുമ്പോൾ എപ്പോഴും മമ്മിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വഴക്ക് കേൾക്കും. അങ്ങനെ വഴക്കൊക്കെ കേൾക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് ഇവിടെ ഇല്ല, വല്ലപ്പോഴും വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഡോണയ്ക്ക് ചീത്ത കേൾക്കണോ, എനിക്ക് ചീത്ത കേൾക്കണോ, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ ഞാനല്ല ചെയ്തെങ്കിലും എനിക്ക് ചീത്ത കേൾക്കുമ്പോൾ എനിക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. ഞാൻ എന്നിട്ട് അതിനിപ്പോഴും ഒരു കുറവില്ല. ഗോൾഡിന്റെ അടുത്ത് ഗോൾഡ് എന്തെങ്കിലും ചെയ്ത് ചോദിച്ചാൽ പോലും ഗോൾഡ് കരയും. ഓക്കെ, ആ ഒരു സ്വഭാവം ഇപ്പോഴും വരെ ഉണ്ട്. നല്ല സ്വഭാവം. ഗോൾഡയ്ക്ക് ബേസിക്കലി ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു. അതാണ് പുള്ളിക്കാരി പറയാൻ ഉദ്ദേശിച്ചിട്ട് വരുന്നത്. അതായത് ഒരു സ്ഥലത്തു നിന്ന് സ്നേഹം കിട്ടുന്നില്ല, പുള്ളിക്കാരനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുവിട്ടു. വീട്ടിലേക്ക് വരുന്ന സമയം തന്നെ വളരെ കുറച്ച്, അല്ലെ, നമ്മളെ താരേ സമീൻ per സിനിമ കാണുന്ന പോലെ അല്ലെ, അങ്ങനത്തെ കരഞ്ഞു മരിച്ച്. ഇനി ഗോൾഡയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലെ. ആ പ്രണയം എങ്ങനെയാണ് പരിചയപ്പെട്ടെ ഗോൾഡെ ഒന്ന് പറഞ്ഞേ. ഗോൾഡ +2 പഠിക്കുന്ന സമയത്ത് ഗോൾഡയുടെ ഒരു കൂട്ടുകാരി വഴിയാണ് ഈ ഒരു ചെറുക്കനെ പരിചയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരനെ കാണുന്നു, വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കാണുന്നു. അങ്ങനെ സ്കൂളിൽ പോണ വഴിയിൽ വെച്ചിട്ട് കാണുമായിരുന്നു. ഓക്കെ, പുള്ളി സ്കൂളിൽ പോണ വഴിയിൽ വെച്ചിട്ട് കാണുമായിരുന്നു. അങ്ങനെ ഒരു സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോൾഡയ്ക്ക് ഈ ലോൺലി ഫീലിംഗ് എന്ന് പറയുന്നത്, അത് ഇത്രയും കാലം നമുക്ക് ഒരു സ്നേഹം കിട്ടാത്തടത്തുനിന്ന് ചെറുതായിട്ട് ഒരു സ്നേഹം കിട്ടുന്നു. തന്നെ നോക്കാനും തന്നെ ശ്രദ്ധിക്കാനായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലാണ് അല്ലെ കൊണ്ട്. അങ്ങനെയല്ലേ ഫസ്റ്റ് ലവ് സ്റ്റാർട്ട് ചെയ്യണേ അല്ലെ? അങ്ങനെയാണ് പുള്ളിക്കാരിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലവ് സ്റ്റാർട്ട് ചെയ്യണം. വളരെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 കൊല്ലല്ലേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. 1 കൊല്ലം നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രിക്ക് വന്നു. ഡിഗ്രിക്ക് വന്നപ്പോഴാണ് ഈ വേട്ടവളിനെ പരിചയപ്പെടുന്നത്.
എന്തൊരു തേപ്പാണല്ലേ. ഡിഗ്രിക്ക് വന്നിട്ട് സെക്കൻഡ് ഇയറിലല്ലേ? അല്ല, സെക്കൻഡ് ഇയറിൽ എന്നെ പരിചയപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. വൈ? അപ്പൊ ഞാനും ആ പുള്ളിയും ഇങ്ങനെ സംസാരിക്കും, പക്ഷെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. പുള്ളിയായിട്ട് പ്രത്യേകിച്ച് കച്ചടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ഗോൾഡാരുടെ അടുത്ത് പറയാറുണ്ട്, എടി നമുക്ക് വയനാട് പോകുമ്പോ പുള്ളിനെ ഒന്ന് മീറ്റ് ചെയ്യണം, ഒന്ന് കാണണം എന്നൊക്കെ അല്ലേ. സോ ലൈഫ് ഗോസ് ഓൺ അല്ലേ. എന്താണ് പ്രശ്നം? ഞാൻ എപ്പോഴും പറയാം, വേണ്ട എനിക്ക് പേടിയാണ്, ചമ്മലാണെന്നൊക്കെ പറയും. ദേ ഓൾ സെറ്റിൽ ഡൗൺ. പിന്നെ മോനെ കണ്ടു കഴിഞ്ഞപ്പോൾ മോനാണെങ്കിൽ ഭയങ്കര ഓപ്പൺ, ഭയങ്കര വർത്താനം. അന്ന് ആ പറഞ്ഞ ഇതില്ലേ ഡയലോഗ്, ആരെ വേണമെങ്കിലും പ്രേമിച്ച് ഞാൻ കെട്ടും എന്ന് പറഞ്ഞേ, ആ സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പുള്ളി കൊള്ളാലേ, ഈ പുള്ളി ഇങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ആ സമയത്തല്ല എപ്പോഴും ഇങ്ങനെ കുറേ വർത്താനം പറയുന്നവര് വർത്താനം കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് തമാശയൊക്കെ പറയുമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ ഈ സൗമ്യ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടും പിന്നെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, പുള്ളിക്കാരിയൊക്കെ നല്ലതായിട്ട് വർത്താനം പറയും. അല്ല, അവര് നന്നായിട്ട് സംസാരിക്കുന്ന കാരണം ഞാൻ എപ്പോഴും അവരുടെ റൂമിൽ പോയി ഇരിക്കും ഇങ്ങനെ വർത്താനം കേൾക്കാനായിട്ട്. ഞാൻ ബേസിക്കലി വളരെ കുറച്ചേ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ടെന്ന്. അടി കഴിഞ്ഞല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ മാനസികമായിട്ട് തളർത്തിയ ഒരു ദിവസമാണ് നിന്ന്. എന്നിട്ട് നിങ്ങൾ ഇരിക്കണ കണ്ടില്ലേ? എന്ത് ഞാനാണ് കോംപ്രമൈസ് ചെയ്തത്. ഞാൻ ഡിവോഴ്സ് ആവാന്ന് വിചാരിച്ചായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. പിന്നെ മോൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പം കറക്റ്റ് ഓക്കെ, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന ഇതിൽ പോകണം, ഇന്നടുത്ത് സെറ്റിൽ ആവണം, അങ്ങനെയുള്ള എല്ലാ ഒരു വിഷനുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുമ്പം അത് ചെയ്തെടുക്കും എന്നുള്ള ഒരു ഇതുണ്ട്, കോൺഫിഡൻസ്. ബേസിക്കലി പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി മോൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. നീ പറ, നിനക്ക് തോന്നിയത് പറഞ്ഞോ. പറഞ്ഞില്ല ആ ഒരു കോൺഫിഡൻസ് പുള്ളിക്കാരിക്ക്. അതായത് ഒരു നമ്മള് എന്താ പറയാ, പ്രണയം മാത്രമല്ല, ഒരുപക്ഷെ കുറച്ചും കൂടെ ലൈഫിൽ ഫോക്കസ് ഉള്ള ആളാണെന്ന് തോന്നിക്കണം അല്ലേ സംസാരത്തിലൂടെ. അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു. അതുപോലെ തന്നെ പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമല്ല, ലൈഫിൽ നമ്മൾ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും ആളുകൾ ഒരുപാട് കാലം പ്രണയിച്ച് ചിലപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അവർ വിവാഹം എന്നൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. കാരണം അവർക്ക് ആ ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ പിന്നില്ല നിന്റെ അഭിപ്രായം ട്രസ്റ്റിനെ കുറിച്ച്? ഈ ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്തതിന് ശേഷമാണ് ഇവിടെയൊക്കെ കല്യാണം നടക്കുന്നത്. അതിന് മുന്നേ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ വേറെ കാര്യം. അതിന് ശേഷവും അവർ പിരിഞ്ഞു പോയി. ഞാൻ അതാണ് പറഞ്ഞത്, നമുക്ക് ലവ് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് എവിടെയും ലോക്ക് ചെയ്തിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ മൊത്തം ലൈഫ് അരച്ചെങ്കിൽ അവരുടെ മൊത്തം ലൈഫ് നമ്മൾ നശിപ്പിച്ച് കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എല്ലാവരോടും ഈ അഭിപ്രായം പറയുന്ന ഒരാളാണ്. എനിവേ, ഇനി നമുക്ക് നമ്മുടെ ഉമ്മക്കഥയിലേക്ക് ചെല്ലാം. ഞാനേ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു സ്വീറ്റ് റിവെഞ്ചൊക്കെ ചെയ്യണ്ടേ. ഇത്രയും കാലം നമ്മളെന്നെ വലിപ്പിച്ചതല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഉമ്മയാണ് ചോദിച്ചത്. ഉമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോ ഗോൾഡ എന്ത് ചെയ്ത്? ഗോൾഡ ഈ തൃശ്ശൂരുള്ള ആൾക്കാർ പറയും ആട് കോട്ടുവായ ഇടണ പോലത്തെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് മറ്റേ ഗോൾഡ ശബ്ദം ഉണ്ടാക്കിയിരുന്നത്. ആദ്യം ഉമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോ ഗോൾഡ നിങ്ങളുടെ തൃശ്ശൂർ എല്ലാരും നിങ്ങൾ കുറച്ച് കടിക്കുകയും ചെയ്യാം. ഗോൾഡ് ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഈ പണ്ടറക്കാലിന് എന്താ ഒറ്റടിക്ക് ഉമ്മ ചോദിക്കണേ. ഞാനാണെങ്കിൽ അത് പറയാൻ വേണ്ടി വന്നോന്നല്ല രീതിയിലായി. ഗോൾഡ പെട്ടുന്നായി, വിളിച്ചു എന്നുള്ളതായി പെട്ടുന്നായി. അങ്ങനെ ഗോൾഡ ഫോൺ എടുത്തിട്ട് ഒന്നുമില്ല, ഉമ്മ തരാൻ പറ്റും നിനക്ക്, അങ്ങനെയാണെങ്കിൽ ബാക്കി മുന്നോട്ട് പോയോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോൾഡ ഒരു 5 മിനിറ്റ് നേരം കുറെ നേരം അങ്ങനെ കുറെ നേരമൊക്കെ ഒക്കെ മൂളിയെങ്കിലും ഗോൾഡ് അവസാനം അവസാനിപ്പിച്ചു. എനിവേ, എന്താണെങ്കിലും അന്ന് ഒരു ഉമ്മ മേടിക്കണമെന്നോ ഉമ്മ കിട്ടണമെന്നോ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അങ്ങനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നും ഇന്നും ഇതുവരെയും ഞാൻ സത്യം പറഞ്ഞ ഗോൾഡിന്റെ അടുത്ത് തന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടില്ല കേട്ടാ. എന്താ ഗോൾഡ് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പുള്ളിക്കാരി ഉമ്മയൊന്നും തന്നില്ല. നമ്മളങ്ങനെ വീണ്ടും കോളേജ് കണ്ടിന്യൂ ചെയ്യാണ്. കോളേജ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ വർഷം അവസാനിക്കുന്നതോട് കൂടിയിട്ട് വേറൊരു വലിയ ഒബ്സ്റ്റക്കിൾ ഉണ്ട്. എന്താണ്? ഗോൾഡയുടെ BSc ബയോടെക്നോളജി തീരുകയാണ്.
BSc കഴിഞ്ഞ് 3 വർഷമാണ്. ഹോട്ടൽ മാനേജ്മെന്റ് ഞങ്ങൾക്ക് 4 വർഷമാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും MSc പഠിക്കണം. അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു. അപ്പോഴും ഗോൾഡ് നമ്മളോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു കട്ട് മാറി അല്ലേ? നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ പേടിക്കുന്ന സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഗോൾഡയുടെ മമ്മി MSc പഠിപ്പിക്കണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് എന്താണെങ്കിലും 2 വർഷം കൂടി നമ്മുടെ കോളേജിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വർഷം 4-ാം വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഗോൾഡ് 1 വർഷം കൂടി കോളേജിലുണ്ടാവും ഫോർ ഷുവർ. ഒരു ദിവസം നൈറ്റിലേ നിങ്ങളെല്ലാവരും ബാംഗ്ലൂർ താമസിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും അനിയത്തിമാരനെ ഫോം വിളിച്ചു, അല്ലെങ്കിൽ അതുണ്ടാക്കി ആരെങ്കിലും പെണ്ണുങ്ങളെന്നെ ഫോം വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീടുകളിലും അടിയിട്ടുണ്ടായിട്ടുണ്ടാവും ഇല്ലേ? അടി ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം രാത്രി നമ്മുടെ വീട്ടിലുള്ള ഏതോ, എനിക്ക് കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല ആരെയാണെന്നുള്ളത്, ഒരു കൂട്ടുകാരൻ്റെ അനിയത്തീനെയോ ചേച്ചീനെയൊക്കെ ഒരാൾ രാത്രി ഫോൺ വിളിച്ചിട്ട് എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുറിയിൽ ഭയങ്കര തെറിവിളിയാണ്. നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ കേൾക്കാത്ത തെറികളൊക്കെയാണ്. എന്നിട്ട് ആകാശത്തൂടെ പറന്നു പോണ കിളീരെ എന്തോ ചെയ്തു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തെറി മയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മിക്ക കമ്പനിക്കാരും കൂടിയിട്ടുണ്ട് തെറി പറയാനായിട്ട്. അങ്ങനെ ഞാനപ്പോൾ ഇടയിൽ എന്നിട്ട് പറഞ്ഞു, ഞാനൊരു മാന്യനായ കാരണമല്ല കേട്ടോ, എനിക്ക് ഇത്രയും സ്പീഡിൽ തെറി പറയാൻ അറിയാത്ത കാരണം ഞാൻ അതിൽ നിന്നും കുറച്ച് മാറുന്നതാണ്. ഞാൻ അവന്മാരുടെ അടുത്തുണ്ടാ ഇങ്ങനെ അപ്പോൾ ഫുള്ള് തെറിയാ. അപ്പോൾ ഞാൻ അവരവിടെ നിന്ന് ഇങ്ങോട്ട് തെറി പറയണതും ഇവരിവിടെ നിന്ന് അങ്ങോട്ട് തെറി പറയണതും ഒന്നും കേൾക്കാനില്ല. അപ്പം ഞാനിടയിൽ എടാ ഈ തെറി പറച്ചിൽ നിങ്ങൾ അവരൊന്നെങ്കിൽ പറയാനുള്ള ഒരു അവസരം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ പറയാം. അപ്പോൾ അത് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നതൊക്കെ പറയുമ്പോൾ ഇതൊന്നും കണക്ക് കൊടുക്കില്ല. അങ്ങനെ തെറി വിളിച്ച് നടക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തെറിവിളിയൊക്കെ അങ്ങോട്ട് കത്തി മൂത്തു. വെല്ലുവിളി, എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയമായി. അങ്ങനെ ഇവർ വെല്ലുവിളിച്ചു. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയൊരു എന്തായിരുന്നു കൊള്ളാസ് എൻ്റെ പേര്? IG സർക്കിളാണ്, ബാഷൻ സർക്കിൾ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള IG സർക്കിൾ എന്ന് തോന്നുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വാടാ, അവിടെ വെച്ചിട്ട് നമുക്ക് അടിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ താമസിക്കുന്ന വീട്ടിലെ കന്നഡ ആൻറ്റി, അതുപോലെ തന്നെ അവരുടെ മക്കൾ, അവരുടെ ഫാമിലി എല്ലാം ഒരുപാട് കാലമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. വേണമെങ്കിൽ പറഞ്ഞാൽ ചെറിയൊരു ഗുണ്ട സെറ്റപ്പ് തന്നെ വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം. അത് കാരണം നമുക്ക് നല്ല ഒരു കംഫർട്ട് സോണായിരുന്നു അവിടെ. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ അവരുടെ ഒരു തണലിലാണ് നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു ജാടയൊക്കെ വെച്ചിട്ട് നമ്മളും തല്ലാന്ന് പറഞ്ഞ രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ആൻറ്റിയുടെ മകൻ ജഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളിക്കൊരു യമഹ മറ്റേ RX 100, അവരുടെ 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ എല്ലാവരും പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഏതാണ്ട് സമയം രാത്രി 11 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരിവിടെ നിൽക്കണം കണ്ട കാരണം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുറച്ച് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അവർ തല്ലാനൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് വരണം. അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തല്ലൊന്നുമില്ല, വെറുതെ ഒന്ന് പോയിട്ട് ഇവരെയും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ബഹളം ഉണ്ടാക്കിയിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും വണ്ടിയിലും മുകളിൽ പൊത്തിപ്പിടിച്ച് കയറി. ഈ 3 കന്നഡക്കാരനെ ഈ ആൻറ്റിയുടെ മോനെയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനുണ്ട്, റിൻസുണ്ട്, ജോമുണ്ട്, രഞ്ജിലുണ്ട്, പിന്നെ നിങ്ങൾ 4 പേരാന്ന് എനിക്ക് തോന്നാം, പിന്നെ വേറെ 2-3 പേരും കൂടി ഉണ്ട്, കറക്റ്റ് ഓർക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടെ ഈ വണ്ടിയിലും മുകളിൽ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് ഞങ്ങൾ ഈ IG സർക്കിളിലേക്ക് പോവാണ്. IG സർക്കിളിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആരെയും കാണാനില്ല. ഇപ്പോൾ ഇവന്മാരനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഇവന്മാർ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഇവരാരും വന്നില്ല. ഇവർ വരാണ്ടായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര അകലേന്ന് മുണ്ടെല്ലാം എടുത്തിട്ട് കുറച്ച് പിള്ളേർ നടന്ന് വരുന്നുണ്ട്. അങ്ങനെ ആ പിള്ളേരെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ടീമിലുള്ള പിള്ളേരെല്ലാവരും കൂടി പറഞ്ഞു, അതെ അവന്മാർ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് എന്തായാലും വർത്തമാനം പറയാന്നുള്ള രീതിയില്ല. അപ്പോഴും തല്ലാന്നുള്ള രീതിയില്ല അല്ലേ, നമ്മളെല്ലാവരും ഇന്നേ വരെ അങ്ങനെ ഒരു തല്ലുപരിപാടിക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കണേ. അടിക്കാന്നുള്ള രീതി അപ്പോഴും ഇല്ല. അതിൽ നിന്ന് ആദ്യം വന്നൊരു ചെറുക്കൻ, ഞാനിരുന്നിരുന്നത് ഈ ജഗൻ എന്ന് പറയുന്നവൻ്റെ വണ്ടിയുടെ പിന്നിലായിരുന്നു. ഇവൻ അവിടെ നിന്ന് വന്നിട്ട് നമ്മളാരും പ്രതീക്ഷിച്ചില്ല, കയ്യിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് ഒരൊറ്റ വീശിലങ്ങോട്ട് വീശി. ഈ കത്തി എടുത്തിട്ട് വീശലും കറക്റ്റ് ജഗൻ്റെ വയറിൻ്റെ അതിൽ കൂടെ അങ്ങനെ തിരിഞ്ഞ് എൻ്റെ വയറിൻ്റെ അതിൽ തന്നെ പാസ് ചെയ്തിട്ട് പോയി. ഞാനപ്പോൾ എൻ്റെ വയർ ഇങ്ങനെ വളച്ചു പിടിച്ചു. ഇതുണ്ടാവലും ജഗൻ പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒറ്റ പോക്ക്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടീമിലുള്ള എല്ലാ പിള്ളേരും അല്ലേ എന്തൊക്കെയായിരുന്നു ധൈര്യം, കത്തി കണ്ട വശം നമ്മളെല്ലാവരും ഓടി ഞങ്ങൾ വീട്ടിലെത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജഗൻ പറഞ്ഞു, മല്ലു മക്കറാ, നിങ്ങൾ ഇങ്ങനെയാണോ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ, നിങ്ങൾ കത്തിയും കടായിലേക്ക് ആണെങ്കിൽ പറയണ്ടേ, ഇതാണോ നിങ്ങൾ മല്ലൂസ് ഇവിടെ വന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്
എൻ്റെ പെട്ടയ്ക്ക് 2 അടി അടിച്ചു. ഞങ്ങളെല്ലാവരും കൂടി വീടിൻ്റെ അകത്ത് കയറിയിരുന്നു. പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവരുടെ ഫാമിലിയോടൊക്കെ ഇവർക്ക് പൂക്കച്ചവടമാണ്. ഹോൾസെയിലായിട്ട് പൂവ് എടുത്തിട്ട് മാല കോർത്ത് സെറ്റപ്പ് ആക്കിയിട്ട് പുലർച്ചെ 4 മണിക്ക് ഒരുപാട് മാല ഉണ്ടാക്കിയിട്ട് ഇവർ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വിൽക്കും. നല്ല കാശുകാരാണ്. കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ നമ്മുടെ ആ കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻറ്റീനെയൊക്കെ കാണാൻ ഞങ്ങൾ എല്ലാ തവണയും ബാംഗ്ലൂർ പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്, സംസാരിക്കാറുണ്ട്. അടിപൊളി ഫാമിലി. ഇപ്പോഴും ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് അവരെ. ഈ ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണുങ്ങളുടെ പലാണ് കേട്ടോ. ഈ റാഗി മുത്തി ഇതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെയാണ് ഈ ആൻറ്റി ഇരിക്കുന്നത്. ഈ ആൻറ്റി പുലർച്ചെ 4 മണിക്ക് എണീക്കും പൂ കെട്ടാനായിട്ട്. ഈ പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ട് വാതിലുമോ ഒന്ന് മുട്ടി കഴിഞ്ഞപ്പോൾ ഞാനാണ് ഫസ്റ്റ് വന്ന് വാതിൽ പറഞ്ഞത്. അപ്പം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. മിക്കവാറും രാവിലെ ആൻറ്റി വന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ വാതിൽ തുറക്കലും പുള്ളിക്കാരി എൻ്റെ ചകളമ നോക്കിയിട്ട് ഒരു ഒറ്റ പട്ടയങ്ങൾ പൊട്ടച്ചിട്ടുണ്ട്. എന്നെ ശരിക്കും നിങ്ങൾ വിശ്വസിക്കില്ല, നമ്മുടെ റൂമിലുള്ള എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി എൻ്റെ ഈ 2 ഷോൾഡറും കൂടെ എടുത്ത് പൊക്കി ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു ആരാടാ നല്ല അടി ഉണ്ടാക്കിയാന്നൊക്കെ ചോദിച്ചിട്ട് വയറിനൊക്കെ പൊട്ടിച്ച് ഞെക്കുവോ പുള്ളിക്കാരി. ഞാൻ പറഞ്ഞു നമുക്ക് ആർക്കും അറിയില്ല അവരാരാണെന്നുള്ളത്, ഒന്നും അറിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയുടെ ഉള്ളിൽ അവന്മാരനെ ഇവിടേക്ക് കൊണ്ടുവന്നേക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യും? അത് കണ്ട് എന്നെ വിട്ടു. ഞാൻ വീടിൻ്റെ അകത്ത് കയറി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പറഞ്ഞിട്ട് ആകെ പുലിവാലാണുള്ളത്, ഭയങ്കര വിഷയമാണുള്ളത്, എന്തെങ്കിലും ഉമ്മാരനെ എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ റൂമിലുള്ള നമ്മുടെ വേറൊരു കൂട്ടുകാരൻ ഇവരുടെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അറിയും. അങ്ങനെയൊക്കെ കോൾ ചെയ്തിട്ട് രാവിലെ മുതൽ ഇവരെന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന്മാർ തലേദിവസം എന്തോ വെള്ളം അടിച്ചിട്ടുണ്ട്. അത് കാരണം ആ ഒരു ഇതിലാണ് അവരും വന്നത്. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളതിനെ ഉപദ്രവിച്ച് തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നതൊന്നുമല്ല. പക്ഷെ എന്താണെങ്കിലും സീനാകെ ഭയങ്കര അലമ്പായി. അവർ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടാ എന്താ പറയുക, നമുക്ക് തെറ്റ് പറ്റിയതാണ്, സോറി, ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും മാപ്പ് പറയാൻ, പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര വിഷയം. ആൻറ്റിയും അവിടെയുള്ള ആൾക്കാരും ഒന്നും വിടാൻ തയ്യാറല്ല. അങ്ങനെ ഇവരെന്നെ ഉച്ചരിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ ഇവന്മാർ 2 പേര്, മറ്റുള്ളവർ ആരും വന്നില്ല, ഇവർ 2 പേരും ഒരു നിവൃത്തിയില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ ഈ ഓണർ ആക്ച്വലി തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളാണ്. ഇവർ ഈ തിരുവിള എന്ന് പറയില്ലേ, ഈ തിരുവിള അവർക്ക് ഒരു വലിയൊരു പരിപാടിയാണ്. അപ്പോൾ ഇവരുടെ ഈ ഉത്സവം വരുന്ന സമയത്ത് ആടിനെയൊക്കെ ഒരു വീട്ടിലിട്ട് ഇറക്കുക ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് വലിയ വാക്കത്തി, മഷീട്ടി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവരുടെ കയ്യിൽ. ഞാൻ ഒരു പ്രാവശ്യം തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ ആടിനെ കയറൊക്കെ കെട്ടി വലിച്ചു കെട്ടി ഞാനെന്തോ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് തോന്നുന്നത് എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവർ ഇങ്ങനെ ഒരു ഒറ്റ വട്ടം വിട്ടവർ കഴുത്തുനിന്ന് ശരിക്കും ഇങ്ങനെ ഈ തല തെറിച്ചു പോകണം നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്താ പറയുക സ്റ്റോണ്ടായിട്ട് നിന്നിട്ടുണ്ട് ഈ സീൻ കണ്ടിട്ട്. ഈ വാളെല്ലാം ഈ ആൻറ്റിയും ഇവരുടെ മക്കളെല്ലാം കൂടി വീടിൻ്റെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവരുടെ അവിടെയുള്ള ഒരു 10-30 പിള്ളേരും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ ശരിക്കും ആലോചിക്കുന്നത് ഈ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരെ വെട്ടിക്കൊല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറി ഉണ്ടാവുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് ആൻറ്റിയുടെ ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആൻറ്റിയുടെ അടുത്ത് എന്ന് പറയുന്നത് ആൻറ്റി ഒരു പ്രശ്നം ഉണ്ടാക്കല്ല, അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതി, വേറെ ഒരു കച്ചടി ഉണ്ടാക്കരുത് എന്നൊക്കെ ചെന്നിട്ട് ഇങ്ങനെ കിടന്ന് പ്ലീഡ് ചെയ്യുക പുള്ളിക്കാരി അടുത്ത് പോയിട്ട്. പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര കലിപ്പിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 വീടാണ്. ഞങ്ങളുടെ മുകളിലത്തെ വീട്ടിലേക്ക് നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെയും കൊണ്ട് ഇവന്മാരെല്ലാവരും കൂടെ, എത്ര പേരാണ് മുകളിലേക്ക് കയറിപ്പോയെന്ന് അറിയില്ല കന്നടക്കാർ, ഇവരെല്ലാവരും കൂടി മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ മുകളിലേക്ക് ഇവർ ഈ വാളും തേങ്ങയും വാങ്ങി എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എനിക്കത് മുകളിൽ പോയിട്ട് കാണാൻ ശക്തിയില്ലാത്ത കാരണം ഞാൻ ആൻറ്റിയുടെ അടുത്ത് തന്നു. അതുകൊണ്ട് ആൻറ്റി, ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെന്നെ വിടണം, അവരായിട്ട് യാതൊരു കച്ചറ ഉണ്ടാക്കരുത്, യാതൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആൻറ്റി ഇടയിൽ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു ചെറിയ സമാധാനം വന്നത്. ആൻറ്റി ചേച്ചിട്ട് പറഞ്ഞു ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിടുകയുള്ളൂ. അങ്ങനെ അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആരനെ അടിച്ചിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുകളിലേക്ക് പോയി പിള്ളേരുടെ അടുത്ത് സംസാരിച്ചു, പിള്ളേരെ ഒന്ന് പേടിപ്പിച്ചു. 2-3 പെട്ടക്കെട്ട് അടിച്ചു തോന്നുന്നു. പക്ഷേ വടിയും വാളൊന്നും എടുത്തിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്താണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവർ താഴത്തേക്ക് ഇറങ്ങി വന്നു, ഞങ്ങളുടെ അടുത്തൊക്കെ സോറി പറഞ്ഞു, ഞങ്ങൾ അവരുടെ അടുത്ത് സോറി പറഞ്ഞു. ഒക്കെ ഈ ആവശ്യമില്ലാണ്ട് കള്ളുപിടിച്ചിട്ട് തല്ലുണ്ടാക്കുന്ന ഒരു പരിപാടി നമ്മളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നെ ആ സംഭവം അവസാനിച്ചു, അങ്ങനെ പോയി. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരത്തെ ഏറ്റവും വലിയ, നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആൻറ്റി ആയിരുന്നു. പല കാര്യങ്ങളിലും നമ്മുടെ റിൻസിൻ്റെ മൊബൈൽ പ്രാവശ്യം അടിച്ചുകൊണ്ട് പോയിട്ട് ആ കള്ളനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് തുരത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് ഇൻസിഡൻസ്. ആൻറ്റിയെക്കുറിച്ച് കഥ പറയുകയാണെങ്കിൽ അത് വേറൊരു എപ്പിസോഡ് തന്നെ ചെയ്യാണ്ട്, അത്രയ്ക്ക് മാത്രമുണ്ട്. ഒരുപാട് കഥകളുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ ആൻറ്റി. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ താമസിച്ചിരുന്നത്. ഇനി നമ്മൾ ഫൈനൽ എക്സാം, നമ്മുടെ 3ാമത്തെ ഫൈനൽ എക്സാം എഴുതാൻ പോവാണ്. ഈ 3ാമത്തെ ഫൈനൽ എക്സാമിൻ്റെ ഉള്ളിലുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. നമുക്ക് എന്താ പറയുക, +2 പഠിക്കുമ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് എക്സാമിൽ തോൽക്കും, ഏതെങ്കിലും ഒരു സബ്ജക്റ്റൊക്കെ തോൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ ഭയം ഉണ്ടായിരുന്നില്ല. എല്ലാ സബ്ജക്റ്റും എന്താണെങ്കിലും പാസ്സാവുമെന്ന് ഉറപ്പ് തന്നെയായിരുന്നു.
പിന്നെ ഇപ്പം എന്തെങ്കിലും എന്താ പറയുക ചില വേർഡുകൾ കാര്യങ്ങളൊക്കെ സംശയമുള്ളതൊക്കെ നമുക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സാവുമെന്ന് ഉറപ്പായിരുന്നു. ഈ ഒരു ചെറിയൊരു റിസ്ക് ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ പ്രൊഡക്ഷനെ സംബന്ധിച്ചോ കുക്കിങ്ങിനോടനുബന്ധിച്ചുള്ള ഏത് സംഭവം നമുക്ക് കുഴപ്പമില്ല, ഉത്തരം എഴുതാം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ആയിരുന്നു. അത് വൈൻ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. വൈൻ്റെ ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വൈൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയില്ല വെച്ചെങ്കിൽ നമ്മൾ തുണ്ട് എഴുതും. തുണ്ട് എഴുതാനായിട്ടൊരു പ്രത്യേക പരിപാടി ഉണ്ട് എൻ്റെ കയ്യിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ 10-35 രൂപയ്ക്ക് വില കുറഞ്ഞിട്ടുള്ള ഷർട്ട് മെജസ്റ്റിക്കിൽ പോയിട്ട് മേടിക്കും. ഏതെങ്കിലും ക്രീം കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഷർട്ടാണ് ഞാൻ മേടിക്കുക. എന്നിട്ട് നമ്മുടെ സെലോ ഗ്രിപ്പറില്ലേ, സെലോ ഗ്രിപ്പറിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് ഈ ഷർട്ടിൻ്റെ അടിവശത്ത് എഴുതി വെക്കും വളരെ ചെറുതായിട്ട്. അപ്പോൾ എഴുതാന്ന് പറഞ്ഞാൽ എന്താ എഴുതുക, നമ്മൾ മൊത്തം എഴുതി വെക്കില്ല. ഇപ്പോൾ വൈനിനെ കുറിച്ച് ഇപ്പോൾ പിനോ നുവാർ എന്ന് പറഞ്ഞ വൈൻ്റെ പേര് നമുക്ക് ഓർമ്മ വരുന്നില്ല വെച്ചെങ്കിൽ പി എന്ന് എഴുതി വയ്ക്കും. അടുത്ത് റീസ്ലിംഗ് ആണെങ്കിൽ ആർ എന്ന് എഴുതി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഓ വെച്ചിട്ടുള്ള വെച്ചെങ്കിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് എഴുതി വയ്ക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വൈനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പ്രോ എന്നെടുത്ത് നോക്കിയാൽ മതി. ഇതിക്ക് പഠിപ്പിച്ചത് നമ്മുടെ രഞ്ജിലാട്ടാ. രഞ്ജിൽ കോപ്പി അടിക്കില്ല, ഭയങ്കര രസമാണ് നമ്മുടെ കൂട്ടുകാരൻ രഞ്ജിൽ. പുള്ളി എന്തെങ്കിലും ഞാനിങ്ങനെ എഴുതി വയ്ക്കണ സമയത്ത് പോലെ ക്രൂ ക്രാ എഴുത്, എടാ പോടാ നിനക്ക് എഴുതിയാൽ പറ്റില്ല എന്ന് ചോദിക്കും ഞാൻ അവൻ്റെ അടുത്ത്. എന്നിട്ട് അവൻ്റെ ഇത് കൂടി എൻ്റെ ഇതിൻ്റെ മുകളിൽ ഈ ഷർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നോട്ട് പുസ്തകം ഇങ്ങനെ നിറച്ച് ഷർട്ടിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. കോപ്പി അടിച്ചത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ 1 വർഷത്തോളം ഡീബാർ ചെയ്യും. ഇല്ലുകൊണ്ടേ ഫുള്ള് നമ്മളതിനെ ഡീബാർ ചെയ്യും. അങ്ങനെ 3ാമത്തെ വർഷത്തെ ഡിഗ്രി ഫ്രഞ്ച് എക്സാമാണ്. ഞങ്ങൾക്ക് 2 വർഷം ഫ്രഞ്ച് പഠിക്കണം. അതായത് 2ാമത്തെ വർഷം 3ാമത്തെ വർഷം എല്ലാവർക്കും ഒരു ട്രബിളുള്ള സബ്ജക്റ്റാണ് ഫ്രഞ്ച്. ഈവൻ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഹുദാഷയ്ക്ക് വരെ ഫ്രഞ്ച് എളുപ്പമല്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്ത്, ഞാൻ നമ്മുടെ ക്രീം ഷർട്ട് എടുത്തു. ക്രീം ഷർട്ടിൻ്റെ ബാക്കിൽ ഫ്രഞ്ച് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ഫ്രഞ്ചിൽ നമുക്ക് ഈ ഫ്രഞ്ച് എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഒക്കെ ഈ പുസ്തകത്തിലുള്ള ചോദ്യം മാത്രമേ അവർ ചോദിക്കൂ. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, പക്ഷെ മറ്റുള്ളതെല്ലാം തെറ്റാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഈ എല്ലാ സാധനവും ഈ നമ്മുടെ ഷർട്ടിൻ്റെ മുകളിൽ രഞ്ജിൽ നമ്മുടെ അടുത്ത് ഇതൊക്കെ എഴുതി വയ്ക്കാൻ പറഞ്ഞു. രഞ്ജിലേ ഒക്കെ ഓർമ്മയുണ്ട് നമുക്ക്, അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടോട്ടെ നീയേ. ഷർട്ടിൻ്റെ മുകളിൽ ഫ്രഞ്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നത് പരീക്ഷ എഴുതുന്ന ക്ലാസ്സിൽ ഞാൻ, രഞ്ജിൽ, കുട്ടി വിനോദ്, അങ്ങനെ ബാക്കി നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് എല്ലാവരും ഒരു ഡെസ്കിൻ്റെ മുകളിൽ 2 പേരായിട്ടാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ചെക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കോറിഡോറിന് ചുറ്റും ഇങ്ങനെ മൊത്തം നടന്നു പോകുന്നുണ്ട്. എക്സാം ഹോളിൻ്റെ ഫ്രണ്ടിലൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടീച്ചർ എല്ലാവർക്കും പേപ്പറെല്ലാം തന്ന് സെറ്റപ്പായി ഞങ്ങൾ പേപ്പറെല്ലാം എടുത്ത് എക്സാം എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ മുകളിൽ ഞാൻ കോപ്പി അടിക്കാൻ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും, ആ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈവൻ ഹുദാഷ വരെ നമ്മുടെ ക്ലാസ്സിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എക്സാം എഴുതി തുടങ്ങി. ഞാൻ ഈ ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് എല്ലാം പെട്ടെന്ന് എഴുതുന്നുണ്ട്. എല്ലാം എഴുതി. അപ്പോൾ രഞ്ജിൽ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എടാ വേഗം ഒരു നീ എഴുതി വെച്ച പേപ്പർ ഇങ്ങോട്ട് തായോ, ഞാനത് നോക്കിയിട്ട് എഴുതാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തേക്കെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രഞ്ജിൽ തന്നെയാണോ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെന്ന് വെച്ചെങ്കിൽ രഞ്ജിൽ തന്നെ ആയിരിക്കും. എടാ രഞ്ജിലെ പറഞ്ഞോളൂട്ടാ. എൻ്റെ ഒരു 1/4 ഭാഗം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പേപ്പർ എടുത്തിട്ട് രഞ്ജിലിന് ടീച്ചർ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണ നേരത്ത് കൊടുക്കണം. ഞാൻ ഈ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യും. ഈ ടീച്ചർ അവിടെ നിന്ന് തിരിഞ്ഞ് ഈ പേപ്പർ കണ്ടു. പുള്ളിക്കാരി അവിടെ നടന്നു വരുന്നുണ്ട്. വീട്ടിൽ ഞാനിനി എന്താ പറയുക, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോവുക, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ, ഉറപ്പായിട്ടും പണി കിട്ടും. വിയർത്ത് കുളിച്ച് ഫുള്ള് സെറ്റപ്പായിട്ട് ഞാൻ എണീറ്റ് നിൽക്കുകയാണ്. ടീച്ചർ പതുക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. രഞ്ജിൽ എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനും പേടിച്ചിട്ടുണ്ടാവും. എല്ലാ കുട്ടികളും ക്ലാസ്സിലുള്ളവർ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ടീച്ചർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പേപ്പർ മേടിക്കുന്നു. ടീച്ചർ തിരിച്ചു പോയി. എല്ലാവരും നമ്മളെ നോക്കിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു എന്നുള്ളൂ. ടീച്ചർ തിരിച്ചു പോയി. നേരെ എക്സ്റ്റേണൽസ് പുറത്ത് നടന്നു പോകുന്നുണ്ടല്ലോ, ആ ഡോറിൻ്റെ അവിടെ ചെന്ന്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, പരിപാടി തീർന്നു, സെറ്റപ്പ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാറുള്ളത്? ഇനി ഒന്നും ചെയ്യാനില്ല. പരീക്ഷ പേപ്പർ മേടിച്ച് തിരിച്ച് ടീബാറായിട്ട് വീട്ടിലേക്ക് പോവുക. വീട്ടിൽ നിന്നിട്ട് അമ്മേൻ്റെ അടുത്തും അപ്പൻ്റെ അടുത്തും ഈ സംഗതി പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അങ്ങനെ നിൽക്കണ നേരത്താണ് ഈ ടീച്ചർ തിരിഞ്ഞ് ആ പേപ്പറുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ആർക്കൊക്കെയാണ് ഫ്രഞ്ച് കോപ്പി അടിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് കോപ്പി.
ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻ്റെ പേപ്പറൊക്കെ ഫ്രണ്ടിലുള്ള രഞ്ജിലിനും അപ്പുറത്തിരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഈ ടീച്ചർ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ടീച്ചർ പറയാണ്, ഞാൻ ഈ വാതിൽക്കൽ നിൽക്കാം, നിങ്ങളെല്ലാവരും വേഗം വേഗം കോപ്പി അടിച്ചോ. അങ്ങനെ ടീച്ചർ പോയിട്ട് വാതിൽ, എന്ത് നല്ല ടീച്ചറല്ലേ. ഇതുപോലത്തെ ടീച്ചർമാരനൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. ഞങ്ങൾക്ക് ആ ടീച്ചറിനെ അറിയേ ഒന്നുമില്ല. നമ്മുടെ കോളേജിലുള്ള ടീച്ചറിനായിരുന്നു ഏതെങ്കിലും അല്ല, അവർ പുറമേ നിന്ന് വരുന്നതാണ്. അങ്ങനെ ടീച്ചർ പേപ്പറെല്ലാം എടുത്തപ്പോൾ എല്ലാവരും പരസ്പരം ഈ പറഞ്ഞ ഞാൻ എഴുതി വെച്ചത്, ഞാൻ ഷർട്ടൊക്കെ എല്ലാം എടുത്ത് പൊക്കിച്ച് ബാക്കിയെല്ലാം എഴുതി, എല്ലാ ഫ്രഞ്ച് എക്സാം എല്ലാം എഴുതി. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. 3-ാം വർഷം അവസാനിച്ചു. ആർക്കും കുഴപ്പമുണ്ടായി. എനിക്ക് വേണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എഴുതിയിട്ടുള്ള ഫ്രഞ്ച് എഴുതിയിട്ടുള്ള എല്ലാവരും അന്ന് ഫ്രഞ്ച് എക്സാം പാസ്സായിട്ടുണ്ട്. ഇനിയാണ് വേറൊരു പ്രശ്നം നമുക്ക് വരുന്നത്. ഞങ്ങളുടെ 3-ാമത്തെ വർഷത്തെ എക്സാം കഴിഞ്ഞിട്ട് 4-ാമത്തെ വർഷത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് എൻ്റെ അനിയത്തി എന്നേക്കാൾ 4 വയസ്സിന് താഴെയാണ് നഴ്സിംഗ് പഠിക്കാനായിട്ട് ഈ സെയിം കോളേജിലേക്ക് വന്നു വിടുന്നത്. അപ്പോൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് ആദ്യത്തെ ഓറിയൻറ്റേഷനും പരിപാടിക്കായിട്ട് ചിന്നുനെ, എൻ്റെ അനിയത്തിൻ്റെ പേര് സ്വീറ്റി എന്നാണ്, ചിന്നു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഹലോ സ്വീറ്റി. ഇവളെ ചേർത്താനായിട്ട് അപ്പനാണ് വരുന്നത്. അപ്പം പപ്പയും ചിന്നും കൂടിയിട്ട് നാട്ടിൽ നിന്ന് വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നവീനെ, ഞാൻ പപ്പേരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇവിടെ ചെറിയൊരു ചുറ്റിക്കളി ഉണ്ട് എന്നുള്ളത് അമ്മ എന്നെ ഫോൺ വിളിച്ച് പറയാണ്. ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ ഫുള്ള് നെർവസായി. പപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ചോദിക്കുക അല്ലേ? മൊത്തത്തിൽ നമ്മുടെ അപ്പനെ പറ്റിയിട്ട് നമുക്ക് ഭയങ്കര ഭയമാണ്, നമുക്ക് ഭയങ്കര പേടിയാണ്. പുള്ളി എങ്ങനെയാണ് ഒരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം എന്താണെങ്കിലും എന്നെ പിടിച്ച് തല്ലുമൊന്നുമില്ല, എന്നാലും പുള്ളി അത് ഒരു മകൻ്റെ അടുത്ത് വന്നിട്ട് നീ പ്രണയിക്കുന്നുണ്ടോ എന്ന് പുള്ളി എങ്ങനെയാണ് ചോദിക്കുക? അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത് അത് അവതരിപ്പിക്കുക അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ടുണ്ടാവും. ഭയങ്കര പേടിപ്പിടിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. ഈ പുള്ളി വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞ് പോണത് എന്നാണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക. അങ്ങനെ അനിയത്തി വന്നു, പപ്പ വന്നു, കോളേജിലെത്തി. രാവിലെ ഞാൻ കോളേജെല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അനിയത്തി ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ്, പപ്പയുടെ അടുത്ത് മാക്സിമം ഒക്യുപ്പൈഡ് ആയിട്ട്, അതായത് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അനിയത്തിയുടെ കൂട്ടത്തിലോ ആരെങ്കിലും കൂട്ടത്തിലോ ഒക്യുപ്പൈഡ് ആവുകയാണെന്ന് വെച്ചെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് കിട്ടില്ലല്ലോ പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലോ എന്നാണ് ഞാൻ മനസ്സിൽ ധരിച്ചത്. അപ്പോൾ അങ്ങനെ കോളേജിൽ അനിയത്തിക്ക് കോളേജെല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി ഹോസ്റ്റലിനെ കുറിച്ച് സംസാരിച്ച് ഏതാണ്ട് 2-3 മണിക്കൂർ നേരം സംസാരിച്ചതിന് ശേഷമാണ് ചിന്നുവിനെ നമ്മൾ കോളേജിൽ ചേർത്തത്. അതിനുശേഷം അപ്പൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അപ്പം വീട്ടിലേക്ക് വരുന്ന സമയത്തും ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഞാനും അപ്പനും എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോഴും ആ സമയം നമ്മൾ ഐസൊലേറ്റ് ചെയ്തു. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോഴും പുള്ളിക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയില്ല. പുള്ളി 2-3 തവണ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് വയറിന് അസുഖം വന്നത്. അവിടെ ട്രെയിനിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചാൽ തോന്നുന്നു പുള്ളിക്ക് ഭയങ്കരമായിട്ട് സ്റ്റൊമക്ക് അപ്സെറ്റായി, ആകെ ലൂസ് മോഷൻ, ആകെ പുള്ളിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ തീരെ വയ്യ. പുള്ളിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോയാൽ മതി എന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പുള്ളി ഒരു റൂമിൽ കിടക്കുകയാണ്. അപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പപ്പയ്ക്ക് യാതൊരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അന്നൊന്നും പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും ഉണ്ട്. ഞാൻ പരമാവധി പുള്ളിനെ നോക്കിപ്പോയി. പുള്ളിക്ക് അങ്ങനെ സ്ഥലം പോയി കാണണമെന്നോ ബാംഗ്ലൂരിൽ പോയി കാണണമെന്നോ ഒന്നും ആഗ്രഹമില്ല. അന്ന് വൈകിട്ടാണ് ട്രെയിനുള്ളത്. അപ്പോൾ അത്രയും പെട്ടെന്ന് പുള്ളിക്കാരനെ ട്രെയിനിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ്. ഉച്ചതിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് പോണ സമയം വരെ ആയിട്ടും പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, പോണ വഴിക്ക് പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ബൈക്കിൻ്റെ ലൈസൻസ് ഇല്ലയെന്നോ അങ്ങനെ എന്തോ ഞാൻ ഒരു നുണ പറഞ്ഞു. അത് കാരണം എൻ്റെ കൂട്ടുകാരൻ സനു മാടമ്പിൽ, ഓൾ ദ വേ ഫ്രം പുനലൂർ. ഹലോ സനു, നല്ല തറവാട്ടും പേര് അല്ലേ, മാടമ്പ് കുഞ്ഞുകൂട്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ, നാട്ടിൽ കിരാലൂരാണ് അവരുടെ വീട്. അവരുടെ വീട്ടിൽ അവരുടെ അനിയൻ്റെ മകനൊക്കെ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത് പുള്ളി മരിച്ചു. നല്ല അടിപൊളി കലാകാരനാണ്, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. സനു മാടമ്പിൽ എന്നാണ് പുള്ളിയുടെ പേര്. തറവാട്ടുമാരൊക്കെ അടിപൊളിയാണ്. സനു നീ അടിപൊളിയാണോ? സനു പൂമ്പാങ്ങാണ്, ഇപ്പം ദുബായിലാണുള്ളത്. സനു ഒന്ന് കമൻറ്റ് ഇട്ടോടെ വന്നിട്ട് സനു. ഓക്കെ, സനുവിൻ്റെ അടുത്ത് ഞാൻ പറയാണ്, എടാ നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പനെ കൊണ്ടുപോകും, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. സനു പറഞ്ഞു കുഴപ്പമില്ലാടാ ഞാൻ കൊണ്ടുപോകും, ഇങ്ങനെ പ്രശ്നം ഉണ്ടാ, പപ്പ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും പുലിയോ എനിക്ക് പുള്ളിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് സനു ഓക്കെ പറഞ്ഞു. അങ്ങനെ 5 മണി 7 മണിക്ക് 8:30 അങ്ങനെ എന്താണെന്ന് തിരിച്ച് ട്രെയിനുള്ളത്. അപ്പോൾ പപ്പനെ വിളിച്ചിട്ട് നീ വരാനോടാന്ന് ചോദിച്ചു. ഞാൻ ഇല്ല അപ്പം എങ്ങനെ ശരിയാവില്ല, ലൈസൻസ് ഇല്ല എന്തോ ഞാൻ പറഞ്ഞു. എന്തോ വള്ളിക്കെട്ട് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. പുള്ളി എന്നാൽ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ
ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലേക്ക് ഇങ്ങനെ കയറിയിരുന്നു. ബൈക്ക് സനു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സനുവിൻ്റെ പിന്നിൽ ചെറിയൊരു പെട്ടിയും പിടിച്ചിട്ട് പപ്പ കയറുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ നീ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ പുള്ളി ചോദിക്കുമെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പുള്ളി പറഞ്ഞു ഇങ്ങനെ പുള്ളി ഓക്കെ ആണ് എന്നാൽ ശരി നാട്ടിൽ വന്നിട്ട് കാണാം ബായി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാൻ ഒരു 3-4 സ്റ്റെപ്പ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവ് വന്നൊരു മരം നിൽക്കുന്നുണ്ട്. ആ മാവിൻ്റെ അവിടം വരെ എത്തി. പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ പുറകിൽ ഷോൾഡറുമേ എൻ്റെ കോളർ കയറി ഇങ്ങനെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ പപ്പ. ഇനി എന്താ ഉണ്ടായെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുള്ള സെറ്റപ്പ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യണേ, അത് കുഴപ്പമില്ല, ഓഡിയോ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിപ്പോൾ നമ്മൾ സാധാരണ ഈ സൈഡിൽ നിന്നാണ്, നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യാറ്. അത് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ മുഖം മാത്രമല്ല കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ആംബിയൻസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ചെയ്യണ ഭാഗം. കണ്ടില്ലേ, മെയിൻ ഡോറിന്ന് എൻട്രി ചെയ്യുന്ന ഈ ഭാഗത്ത് നമ്മുടെ ഇവിടെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു. എന്നിട്ട് ഈ സെറ്റ് കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്റെ 2 ക്യാമറകളാണ് ഇത്. രണ്ടും സെയിം ക്യാമറയാണ്, സോണി A7C. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇതിന്റെ 2 ഫ്ലിപ്പ് ഞാൻ അങ്ങോട്ടേക്ക് സ്ക്രീൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് നമ്മുടെ ഫേസ് സൂം ചെയ്തിട്ട് കിട്ടുന്ന ഏരിയയും, ഈ ക്യാമറയിൽ നമ്മുടെ എന്താ പറയാ കുറച്ച് വൈഡ് ആംഗിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് 900 LED ലൈറ്റ്സ് ആണ്. ഇതിന് നമുക്ക് കളറൊക്കെ മാറ്റാം. ഇപ്പൊ ഞാൻ എന്റെ ഫേസിലേക്ക്, അതായത് ഞങ്ങളുടെ ഫേസിലേക്ക് കൂളായിട്ടുള്ള കളറും ബാക്കിൽ ഒരു വോം ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വോം കളർ ഇവിടെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ചുമരുമിക്ക് അടിക്കണേ. ഒരു ബുദ്ധൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ RGB കളർ ഇത് കണ്ട, അതൊരു റെഡ് കളർ അവിടേക്ക് കിട്ടും. ഞാൻ നമ്മുടെ കോഡോക്സിന്റെ RGB കളർ പാനലാണ് മേടിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, കണ്ടോ, നമുക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റി ഇതിന്റെ കോൺട്രാസ്റ്റും സാറ്റുറൈസേഷനും എല്ലാം കൂട്ടി മാറ്റിയൊക്കെ എടുക്കാം. ഇതാണ് സാധനം. പിന്നെ എന്താണ്, കുറച്ച് ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഇതേ ഇവിടെ നമ്മുടെ ചെറിയ റാക്ക് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ കുറച്ച് ഇതൊരു പ്ലാസ്റ്റിക് ചെടിയാണ്, അതൊരു റിയൽ ചെടിയാണ്. പിന്നെ ഇതേ ഇവിടുത്തെ ലൈറ്റിംഗ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കൂടുതൽ ഡാർക്ക് കളർ വരില്ല. നമ്മുടെ ചിക്കനെല്ലാം അവിടെ നിന്ന് ഡിന്നറിന് കഴിക്കാനുള്ള ചിക്കനെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ മൈക്ക് ഞാൻ നമ്മുടെ റോഡിന്റെ വയർലെസ് മൈക്കിൽ നിന്ന് ഞാനൊരു ലേവലിയർ കണക്ട് ചെയ്തിട്ട് ഇതേ ഇവിടേക്ക് ഇങ്ങനെ ഞാത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിന്റെ താഴെ ഇവിടെയായിട്ട് ഞങ്ങൾ രണ്ടുപേരിക്കും. ഒന്നിരുന്ന കൊണ്ട് ഇത് കണ്ട, അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ മൈക്കിൽ കിട്ടും. സാധാരണ ഞാൻ എൻ്റെ കോളറിലാണ് കുത്തിയിടാറ്. ഇത്തവണ മാറ്റി പിടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് സ്പേസ് കേട്ടോ. ഉടനെ കാണിക്കാൻ പോയത് മണ്ടേ, നല്ല ശരി ക്യാമറ കിട്ടാതെ. ഇതാണ് നമ്മുടെ 2 ലെൻസുകൾ. കണ്ടില്ലേ, ഇത് സോണി FE 1.8 ഫുൾ ഫ്രെയിമിന്റെ ലെൻസാണ്. 50mm ആണ് ഇത്. ഓക്കെ, പ്രൈം ലെൻസ് ആണ്. ഇതിലാണ് ഞാൻ നമ്മുടെ വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യണേ. നമ്മുടെ മൊത്തം ഇത് ടാമറോൺ ആണ്. ടാമറോണിന്റെ 28-200. ഇത് ആക്ച്വലി വേരിയബിൾ ആണ് കേട്ടോ. ഇതിന്റെ അപ്പർച്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യാം. ഓക്കെ, സെറ്റ്. കണ്ടില്ല, ഇത് നമ്മുടെ ആട്ടുന്നറി കേട്ടാ, പൊളിയല്ലേ. ആ സൈഡ് മുഴുവൻ നമ്മുടെ വർക്കുകളെല്ലാം വെച്ചിട്ട് നടക്കണം. ഓക്കെ, നമ്മുടെ ലൈറ്റിങ് എല്ലാം കണ്ടില്ലേ, സെറ്റ് അല്ലേ പോലെ അപ്പൊ അടുത്ത വീഡിയോ കാണാം അല്ലേ. സെറ്റ് ലവ്ലി. പ്രിങ്ങുവിന് ഇപ്പൊ അവസാനം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഹലോ പറഞ്ഞ ഹലോ, ഹൗ ആർ യു പിങ്ങു? പിങ്ങുന് എന്താ മലയാളം അറിയില്ല? പിങ്ങുന് നീ മലയാളത്തിൽ അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും ചോദിക്കൂ. ഞാൻ നീ എന്താ വിശേഷം? ഇവിടെ പ്രിങ്ങുവിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രിങ്ങുവിൻ്റെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് എനിക്കൊരാൾ കമൻ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു. അപ്പോൾ പ്രിങ്ങുവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ല പ്രിങ്ങു. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ, ബൈ ബൈ.